ശ്രീമന്നാരായണ ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമന്നാരായണീയം ദശകം 45 ബാലലീല. ശ്രീകൃഷ്ണൻ്റെ ബാലലീല അറിയാത്തവരായിട്ട് ആരുമില്ല. എന്നാലും അതിൽ എഴുതിയത് വാച്യാർത്ഥം മാത്രം പറയണു. ഓം ഐ സബല മുരാരേ പാണിജാനുപ്രചാരേ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ച ശ്രവണകുതുകഭാജൗ ചേരതുശ്ചാരുവേഗാത്. ഐ അല്ലയോ ഭഗവാനെ എന്നർത്ഥത്തിൽ വിളിക്കുന്നു. സബല മുരാരേ, ബലരാമനോട് കൂടിയിട്ട് മുരാരിയായിട്ടുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ. ചലിത ചരണകഞ്ചൗ, ചലിക്കുന്നതായിട്ടുള്ള ഈ ചരണകഞ്ചൗ, താമരക്കാലുകൾ പോലത്തത്, അല്ലെങ്കിൽ താമരക്കാലുകളോട് കൂടിയ, താമര പോലെയുള്ള കാലുകളോട് കൂടിയ. ചലിത ചരണകഞ്ചൗ പാണി ജാനു പ്രചാരൈ, പാണി കയ്യ്, ജാനു മുട്ട്, പ്രചാരൈ അങ്ങനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ദേഹത്തെ പ്രചരിപ്പിക്കുക എന്ന് സാരം. അപ്പോൾ കൈകളും കാൽമുട്ടുകളും കുത്തിയിട്ട് നടക്കുക, മുട്ടുകുത്തി നടക്കുന്ന കൃഷ്ണൻ, അതാണ് പാണിജാനു പ്രചാരൈ. അപ്പം അങ്ങനെ മുട്ടുകുത്തി നടക്കുന്നതായിട്ടുള്ള ആ കൃഷ്ണൻ. ഭവനഭാഗാൻ കിമപി, ഭവനഭാഗൻ ഈ വീടിൻ്റെ ഭാഗമാകാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളെ മുഴുവൻ എന്നർത്ഥം. വീടിൻ്റെ എല്ലാ ദിക്കിലും എന്ന അർത്ഥത്തിലാണ്. അടുക്കളയായാലും വേണ്ടില്ല, കിടക്കണ മുറിയായാലും വേണ്ടില്ല, ഹാളായാലും വേണ്ടില്ല, എല്ലാ ദിക്കിലും എന്ന് സാരം. അവിടുത്തെ ഗൃഹങ്ങൾ വേറെ രീതിയിലാവും, അതെങ്ങനെയായാലും അതിൻ്റെ വിഷയമില്ല, ആ രീതിയിൽ എന്ന് സാരം. അങ്ങനെ ഭവനഭാഗാൻ കിമപി, ഇത് ഭൂഷയന്തൗ ആണ്. ഭവാന്മാർ ഭവന്തൗ ഭൂഷയന്തൗ കിമപി ഭൂഷയന്തോ ഭവന്തോ, എത്രയൊക്കെ തരത്തിൽ ഈ വീടിന് ആഭരണമായില്ല. അപ്പോൾ ആ വീടിന് ആഭരണമാവാൻ വേണ്ടിയിട്ട്, വീടിൻ്റെ ആഭരണം എന്ന് പറയുമ്പോൾ കുട്ടികൾ തന്നെയാണ്. കുട്ടികൾ തന്നെ ഓടിക്കളിക്കുമ്പോൾ അതിൽ കൂടുതൽ നല്ലൊരു അന്തരീക്ഷം വീടിന് വേറെ ഉണ്ടാവില്ല. മറ്റ് ഭംഗികളൊന്നും ഇല്ലെങ്കിലും ആ കുട്ടികൾ ഓടിക്കളിക്കുന്നത് കണ്ടാൽ പോരെ, പിന്നെ എന്തിനാ കൂടുതൽ കാണുന്നത്. അതേപോലെ തന്നെയാണ് അവിടെയുള്ള താമസിക്കുന്നതായിട്ടുള്ള ജനങ്ങൾ, അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, പേരക്കുട്ടികൾ, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും സന്തുഷ്ടരാണെങ്കിൽ അത് വീടിൻ്റെ ആഭരണം തന്നെയാണ്. അപ്പോൾ ഈ ഭാവത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഈ കുട്ടികൾ എല്ലാ ദിക്കിലും എത്തണോ എന്നുള്ളത് ആ വീടിൻ്റെ ഒരു വലിയ അലങ്കാരം തന്നെയാണ്. വേറെ അലങ്കാരങ്ങൾ വേണ്ട. കുട്ടികളോടും സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ ഈ ലീലകൾ കാണിക്കുക, അനുഭവിക്കുക, അത് ബാക്കിയുള്ളവർക്കും ഈ സന്തോഷത്തെ പകർന്നു കൊടുക്കുക. അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടുത്തെ വീടിൻ്റെ ആഭരണം. അതാണ് ഇപ്പോൾ ഭവനഭാഗാൻ ആയി എല്ലാ ദിക്കിലും എത്തുകയും ചെയ്തു, മറ്റേ വീടിൻ്റെ ആഭരണങ്ങളാവുകയും ചെയ്തു. കിമപി ഭൂഷയന്തൗ ഭവന്തൗ മഞ്ജു മഞ്ജീര ശിഞ്ച ശ്രവണ കുതുകഭാജൗ. മഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള, മഞ്ജീരം, മഞ്ജീരം എന്ന് പറഞ്ഞാൽ ഈ പാദസരാദി കാര്യങ്ങൾ. അത് ശിഞ്ച അല്ലെങ്കിൽ മറ്റേ പൊൻചിലമ്പ് ആവാട്ടോ, ഭഗവാനായതുകൊണ്ട് ആൺകുട്ടിയല്ലേ, അപ്പോൾ തളയാവാം, അങ്ങനെയുള്ളതൊക്കെ ആവാം. ഏതായാലും മഞ്ജീര ശിഞ്ച ശ്രവണ, അത് മഞ്ജീരങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ. അത് മഞ്ജീര ശിഞ്ച ശ്രവണ കുതുകഭാജവും, അത് കേൾക്കുമ്പോൾ തന്നെ കൗതുകം ഉണ്ടാക്കുന്നു. കാരണം ഈ കുട്ടികൾ കളിക്കുമ്പോൾ, മുട്ടുകുത്തി നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകളൊക്കെ ചലനങ്ങൾ പലതും ഉണ്ടാവും. അങ്ങോട്ട് നോക്കണു, ഇടയ്ക്ക് വീഴണു, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഈ കയ്യിലും കാലിലും ഒക്കെ ഉള്ള ആഭരണങ്ങൾ, അതിൽ വല്ല കുലുങ്ങാമ്പലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ എത്രത്തോളം കർണപുടങ്ങൾക്ക് കൗതുകമുണ്ടാക്കണോ, അതൊരു പ്രത്യേക താളത്തിലാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം. പിന്നെയോ വേഗാത്, വളരെ വേഗത്തിൽ, ചാരു മനോഹരമായിട്ട്, ചേരതു സഞ്ചരിച്ചു. കുട്ടികൾ മുട്ടുകുത്തി
എല്ലാ ദിക്കിലും എത്തി വീട്ടിൽ. അപ്പോൾ കുട്ടികളുടെ ആഭരണങ്ങളിൽ നിന്ന് ഈ മണികിലുക്കം അത് ഒരു പ്രത്യേക ബോധത്തോടു കൂടിയിട്ട് എല്ലാവരെയും വളരെയധികം ആകർഷിക്കുന്ന രീതിയിൽ അവർ ശബ്ദമുണ്ടാക്കുകയും ചെയ്തു എന്ന് ഈ ശ്ലോകം. ഐ സബല മുരാരേ പാണിജാനു പ്രചാരൈ. അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ എന്ന് മേൽപ്പത്തൂര് ഈ ഗുരുവായൂർ അമ്പലത്തിലുള്ള ശ്രീകൃഷ്ണനെ വിളിക്കുകയാണ്. എന്നിട്ട് മുരാരി എന്ന് പേരും കൊടുക്കണം. ഈ മുരാരി എന്ന് കൊടുക്കാനുള്ള കാരണം അത് 3 അക്ഷരം, പിന്നെ അതിൻ്റെ ബാഹ്യാർത്ഥങ്ങൾ അല്ലെങ്കിൽ ആന്തരാർത്ഥങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കുറച്ചധികം ഉണ്ട്. അത് ഇവിടെ അതൊന്നും വിഷയമല്ല. ഇവിടെ ഇപ്പോൾ എളുപ്പത്തിൽ ഭഗവാനെ വിളിക്കാൻ ഒരു വാക്ക് കിട്ടി, ആ വാക്ക് പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭഗവാന്റെ നാമം തന്നെയാണ്. ഇനി മുരൻ എന്ന അസുരനെ കൊന്ന ഭാവം അത് പഞ്ചേന്ദ്രിയങ്ങളെയും ജയിച്ചതായിട്ടുള്ള എന്നുള്ളൊരു ഭാവമാണ്. അവിടെ ഭഗവാനെ സംബന്ധിച്ച് വിശേഷണങ്ങൾ ധാരാളം ഉണ്ട്. കാരണം ഭഗവത്വം ഉണ്ട്. ഭഗവാൻ ഈ ജനങ്ങളെ മുഴുവൻ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ലീലകളായതുകൊണ്ട് അവിടെ നമ്മളും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വിട്ട് ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് എത്തണം എന്നുള്ളത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും അവിടെ എത്തിയിരിക്കും. അപ്പം അങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട് മുരാരി. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ കരുതി കൂട്ടിയെടുത്താണോ എന്ന് വെച്ചാൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെയാണ്. ഐ സബല മുരാരെ ബലരാമനോട് കൂടിയിട്ട് പാണിജാനു പ്രചാരേഹി ഇങ്ങനെ മുട്ടുകുത്തി നടക്കുകയാണ്. കയ്യും മുട്ടുകളും കൂടിയിട്ട് അങ്ങനെ എല്ലാ ദിക്കിലും എത്തുന്നു. കിമഭി ഭവന ഭാഗാൻ എല്ലാ ദിക്കിലും, വീടിൻ്റെ എല്ലാ ദിക്കിലും എത്തി എന്ന് സാരം. ഭൂഷയന്തോ ഭവന്തു ആ വീടിൻ്റെ ആ മുറിയിൽ ഇവരുള്ള സ്ഥലത്ത് അത് ആ വീടിന് ആഭരണം തന്നെയാണ്. രണ്ടുപേരും അത്. ചലിത ചരണ കഞ്ചവും എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, എത്രത്തോളം ആ നടക്കുന്നു അല്ലെങ്കിൽ മുട്ടുകുത്തി നടക്കുന്നുവോ അതൊക്കെ ഈ നടക്കുന്ന സ്ഥലത്ത് മുഴുവൻ അവിടെ ഈ താമരക്കാലുകൾ, താമരക്കൈകൾ, അതേപോലെ താമര കണ്ണുകൾ, ഇങ്ങനെയാണല്ലോ. ഇതെല്ലാം എത്രത്തോളം സന്തോഷം ഉണ്ടാക്കും, കാണുമ്പോൾ ആകർഷകമാക്കും. അവര് എല്ലാ ദിക്കിലും എത്താ ഒരു ബാലചേഷ്ട എന്ന നിലയ്ക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുക എന്നുള്ളത് അവിടെ സംഭവിച്ചിരിക്കും. അതാണ് ചലിത ചരണ കഞ്ചവും. ഇങ്ങനെ എപ്പോഴും ഇളക്കുക, ചലിക്കുക, നടക്കുക. ഒരുത്തിരി ഇരിക്കില്ല കുട്ടികൾ ഒരുത്തിരി ഇരിക്കില്ല എന്നേ, അവരിങ്ങനെ ഓടി ചെറുപിടുന്നതിനെ ഓടിയിട്ട് എന്ന് പറയില്ലേ, ആ ഒരു ഭാഷയാണ് അവിടെ ചലിത ചരണ കഞ്ചവും. എല്ലാ ദിക്കിലും ഓടിയിട്ട് എത്തും. എങ്ങനെ എത്തുക, പാണിജാനു പ്രചാരി അങ്ങനെയാണ്. ഇപ്പോൾ ചലിത ചരണ കഞ്ചവും. പിന്നെ ഈ പാണിജാനു പ്രചാരത്തിന് ഒരു ചെറിയ വിശേഷണങ്ങൾ കൂടിയുണ്ട്. അതാണ് മഞ്ജു മഞ്ജീര ശിഞ്ച. വളരെ മധുരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന മഞ്ജു, മനോഹരം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മഞ്ജീര ശിഞ്ച അതുകൊണ്ട് ഈ മണികിലുക്കങ്ങൾ അതിങ്ങനെ ശബ്ദമുണ്ടാക്കുന്നു. അത് ആ ശബ്ദം ശ്രവണ കുതുകഭാജവും, അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കൗതുകം ഉണ്ടാക്കി തീർക്കുന്നു. അതിനെ എല്ലാവർക്കും അത് വേണം, ഈ ശബ്ദം കേൾക്കണം എന്നുള്ള താല്പര്യത്തോട് കൂടിയിട്ട് അതിനെ സ്വീകരിക്കുന്നു. ചേരതു ചാരു വേഗാത്, വളരെ വേഗത്തിൽ മനോഹരമായിട്ട്, ചാരു മനോഹരമായിട്ട് വേഗാത് എല്ലാ ദിക്കിലും ചേരതു ഈ കുട്ടികളെ എത്തിച്ചേരുകയും ചെയ്തു. സഞ്ചരിച്ചു എന്ന് സാരം. എല്ലാ ദിക്കിലും, മുറിയുടെ എല്ലാ ദിക്കിലും, വീടിൻ്റെ എല്ലാ മുറികളിലും എത്തിയെന്നർത്ഥം. ഐ സബല മുരാരേ പാണിജാനു പ്രചാരൈ കിമഭി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിത ചരണകഞ്ചൗ മഞ്ജു മഞ്ജീരശിഞ്ച ശ്രവണ കുതുകഭാജൗ ചേരതുശ്ചാരുവേഗാത് മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലഗത് കങ്കണാംഗൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. മൃദു മൃദു മൃദുവായിട്ടുള്ള വിഹസന്തൗ ചിരിക്കുന്നതായിട്ടുള്ള മുഖം വികസിക്കുക ആ രീതിയിലുള്ള വിഹാസങ്ങൾ. അത് ഹാസം വിഹാസം. അപ്പോൾ കുട്ടികളെങ്ങനെയാ വെച്ചാൽ അതിപ്പോൾ ചിരിക്കൽ, പ്രത്യേക ചിരിക്കലല്ലേ ഉണ്ടാവുക.
അതാണ് വിഹസന്തവും. അപ്പം അങ്ങനെ ഈ കളിയാക്കലൊന്നും അല്ല കേട്ടോ. അതേപോലെ പൊട്ടിച്ചിരിക്കലും അല്ല, പലതരത്തിൽ ഫലിതം കേട്ട് ചിരിക്കുക, അങ്ങനെയൊന്നല്ല. അവരുടെ ചിരി വേറൊരു ചിരിയാണ്. അതുകൊണ്ടാണ് ഇതിനെ വിഹസന്തവും എന്ന് പറയാനുള്ള കാരണം. ഏതായാലും അങ്ങനെ ചിരിക്കുന്നതായിട്ടുള്ള കുട്ടികൾ ഉന്മിഷദ്ദന്തവന്തവും. അതിങ്ങനെ പല്ലിങ്ങനെ കുറേശ്ശെ മുളച്ചുണ്ട് എന്നുവെച്ചാൽ പല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പല്ലിൻ്റെ പൂർണ്ണ രൂപം എത്തിയില്ല, തൊണ്ണ് പൊട്ടി പല്ല് കാണാണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ വെളിയിൽ വരുന്നതായിട്ടുള്ള ചെറിയ പല്ലുകളോട് കൂടിയിട്ട് രണ്ടുപേരും ഉന്മിഷദ്ദന്തവന്തൗ വദന പതിത കേശവും. അതേപോലെ വദനത്തിൽ, മുഖത്തിൽ, ഈ വട്ടമുഖമാണ്, വട്ടമല്ല ദീർഘമല്ല, അങ്ങനെയാണല്ലോ മുഖം. അപ്പം ആ മുഖത്തിൽ കേശവും പതിതം, തലമുടി ഇങ്ങനെ കുറച്ച് നീളം വെച്ചിട്ട് വരുന്നുണ്ട്, വെട്ടാറായിട്ടില്ല, ചൗളം കഴിഞ്ഞിട്ടില്ല. അപ്പം അതുവരെ മുടി ഇങ്ങനെ വളരും. അപ്പം അത് കുറച്ച് മുഖത്ത് ഇങ്ങനെ മുടി ഇങ്ങനെ ചുരുണ്ട മുടിയാണ്, നീല മുടിയാണ്, അതിങ്ങനെ നീളമുണ്ട്. അപ്പോൾ അതിങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആടും, ഇങ്ങനല്ലേ. വദന പതിത കേശവും ദൃശ്യപാദ അബ്ജ ദേശവും. അതിമനോഹരങ്ങളായിട്ടുള്ള കാണാൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പാദങ്ങളോട് കൂടിയ അബ്ജദേശവും. അബ്ജം എന്ന് പറഞ്ഞാൽ താമര. അപ്പോൾ താമരക്കാല്, പാദാബ്ജവും, രണ്ട് കാലുകളും താമരക്കാലുകളാണ്. ദൃശ്യപാദ അബ്ജ ദേശവും. അപ്പം അങ്ങനെയുള്ള ആ താമരക്കാലുകളോട് കൂടിയ, അവിടെ താമരക്കാലുകൾ ഭഗവാന്റേതാണ്, അങ്ങനെയുള്ള പാദങ്ങളോട് കൂടിയ എന്നാണ് പാദാബ്ജ ദേശവും. അല്ലാണ്ട് എല്ലാ ദേശത്തും എത്തിയെന്നല്ല, ഈ ശരീരത്തിൽ അങ്ങനെ ഒരു ദേശമുണ്ട്, അതാണ് പാദാബ്ജ ദേശം. ഭഗവാന്റെ അംഗമാണ് ഈ പാദ അബ്ജം. അത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എല്ലാദിക്കും. ദൃശ്യപാദ അബ്ജദേശവും ഭുജഗളിത കരാന്തവ്യാലഗത് കങ്കണാംഗവും. അതേപോലെ ഭുജഗളിത, കൈത്തണ്ടയിൽ നിന്ന് ലേശം കൊണ്ട് താഴത്തേക്ക് വീണതായിട്ടുള്ള കരാന്ത, കൈയിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്, വ്യാലഗത്, അങ്ങനെ തങ്ങി നിൽക്കുന്നതായിട്ടുള്ള കങ്കണാംഗവും. ഈ വളകൾ തുടങ്ങിയത്, കങ്കണങ്ങളോട് കൂടിയത്, വളകളോട് കൂടിയത്. അപ്പോൾ കൈത്തണ്ടയിൽ നിന്ന് താഴേക്ക് ഈ വള ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അറ്റത്തേക്കാണ് അത് കിടക്കുന്നത്. അപ്പോൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ കൈ കുത്തും. ആ കൈ കുത്തുമ്പോൾ കൈയിൻ്റെ വള കൈത്തണ്ടയിൽ മുകളിലേക്ക് ഇരിക്കില്ല, അത് താഴത്തേക്ക് വീഴും. അതിൻ്റെ ഉള്ളിൽ ഓരോ മണികളൊക്കെ ഉണ്ടാവും. അത് കൈ എടുക്കുക വയ്ക്കുക, അങ്ങനെ ആകുമ്പോൾ ഈ മണികൾ ശബ്ദം ഉണ്ടാക്കും. ഇപ്പോൾ ഭുജഗളിത കരാന്ത വ്യാലകർ, ഈ കൈത്തണ്ടയിലുള്ള ഈ വള അത് താഴത്തേക്ക് പോന്നിട്ട് അത് കൈയിൻ്റെ ഏറ്റവും താഴേക്ക് നിലത്ത് വയ്ക്കുമ്പോൾ കൈയിൻ്റെ പുറവടി എന്ന് പറയില്ലേ എന്ന കൂട്ടത്തിൽ ഈ കൈയിൻ്റെ പുറം ഭാഗം അവിടെ അങ്ങനെ മുട്ടി നിൽക്കും. അപ്പം അങ്ങനെ കങ്കണങ്ങൾ, വളകൾ, ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാംഗൗ പശ്യതാം. ഇതെല്ലാവരും ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. അവിടെ ആരൊക്കെ കണ്ടു നിൽക്കണമെന്നുള്ളത് ചോദിക്കരുത്. യശോദയും രോഹിണിയും നന്ദഗോപരും മാത്രമല്ല, ഗോപന്മാരും ഗോപികളും ആകാശത്തെ ഋഷികളും അതേപോലെ തന്നെ ദേവന്മാരും ഒക്കെ ഉണ്ടാവും. പശ്യതാം വിശ്വനൃണാം. അവിടെ മനുഷ്യരെ, വിശ്വത്തിലുള്ള എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞു വെച്ചാലും അവിടെ നൃണാം എന്നുള്ളത് മനുഷ്യരെന്ന് മാത്രമല്ല, ഈ ഋഷികളായാലും ദേവന്മാരായാലും പശുവർഗ്ഗങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണില്ല. ഇത് കാണൽ പലതരത്തിലുണ്ടല്ലോ. ഒരാൾ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കാണും. അതേപോലെ ആകാശത്തുള്ളവർക്കൊക്കെ മനസ്സുകൊണ്ട് ഇത് അല്ലാണ്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഗർഗ മഹർഷി ഇവിടെ ഉള്ളതൊക്കെ ഉൾക്കണ്ടുകൊണ്ട് കണ്ടിട്ടാണ്. ദേവന്മാരൊക്കെ നേരിട്ട് സാന്നിധ്യം തന്നെ ഉണ്ടാവും, അറിയില്ല, നമുക്ക് രൂപം കാണില്ല, അങ്ങനെ മറിഞ്ഞു നിന്ന് കാണണം. മതിം ഉച്ചൈഹി അഹരതം, മാത്രമല്ല കട്ടെടുത്തു, ബുദ്ധിയെ കട്ടെടുത്തു നന്നായിട്ട് തന്നെ. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയാണ്. അപ്പോൾ ആ ബുദ്ധിയെ അഹരതം കട്ടെടുത്തു. ആര് കട്ടെടുത്തു? ശ്രീകൃഷ്ണൻ കട്ടെടുത്തു. ഉച്ചൈഹി, അത് മാക്സിമത്തിൽ കട്ടെടുത്തു എന്നർത്ഥം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടു. ഈ കുട്ടികളുടെ മുട്ടുകുത്തി നൃത്തം കാണാനും ഈ ചിലും ചിലും എന്നുള്ള ശബ്ദം, അല്ലെങ്കിൽ മണി കുലുങ്ങുന്നതായിട്ടുള്ള പലതരത്തിലുള്ള ശബ്ദങ്ങളാണ്. പാദസരത്തിൻ്റെ ഉണ്ടാവും, അല്ലെങ്കിൽ പൊൻചെലുമ്പിൻ്റെ ഉണ്ടാവും, മറ്റേ വളയുടെ ഉണ്ടാവും, തലയുടെ ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. എന്തൊക്കെയാണ് ശബ്ദം ഉണ്ടാവണ? മാലയൊക്കെ ഉണ്ടാവുമല്ലോ, പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള മാലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശബ്ദം ഉണ്ടാകും. മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ. അങ്ങനെ ചിരിക്കുന്നതായിട്ടുള്ള കുട്ടികളുടെ പല്ല്, തൊണ്ണ് പൊട്ടിയിട്ടുള്ള പല്ലുകൾ ഇങ്ങനെ കാണുമ്പോൾ അതൊരു വലിയ സന്തോഷം. വദന പതിത കേശവും, ആ നെറ്റിത്തടത്തിൽ അല്ലെങ്കിൽ വദനത്തിൽ
ഈ തലമുടി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ദൃശ്യപാദ അബ്ജദേശവും ഈ താമരക്കാലുകൾ എല്ലാ ദിക്കിലും ഇങ്ങനെ വെച്ച് നടക്കുമ്പോൾ, അതേപോലെ കൈകളിൽ ഭുജ ഗളിത കരാന്തവ്യാലക കങ്കണാംഗൗ, കൈയിൻ്റെ മുകളിലുള്ള ഈ വളകള് തളകള്, കൈയിൻ്റെ മുകളിലുള്ള കങ്കണങ്ങൾ, കടകം കങ്കണം പലതും ഉണ്ടല്ലോ. അപ്പോൾ ചിലതൊക്കെ കൈയിൻ്റെ ആഭരണമായിട്ട് വളകൾ അങ്ങോട്ട് മുട്ടുവരെയൊക്കെ നിൽക്കും. കുറേ ഇട്ടുണ്ടാവും ചിലപ്പോഴേ, അതൊക്കെ താഴത്തേക്ക് വീണ് നിൽക്കും. കാരണം അത്ര ടൈറ്റായിട്ട് ചെയ്യില്ല. അപ്പോൾ ഭൂമിയിൽ കൈ കുത്തുമ്പോൾ ഈ വള കൈയിൻ്റെ പുറം ഭാഗത്തേക്ക് ഇങ്ങനെ ഏറ്റവും താഴെ ഭൂമി തൊട്ടും കൊണ്ടും ഇതിൻ്റെ പുറം ആയിട്ടും ഇങ്ങനെ തൊട്ട് നിൽക്കും. അങ്ങനെ നിൽക്കണു വളകൾ. മതി മഹരതമുച്ചൈഹി, എന്നിട്ടോ ഈ ബുദ്ധിയെ ഏറ്റവും കൂടുതൽ എല്ലാവരിൽ നിന്നും കട്ടെടുക്കുന്നതായിട്ടുള്ള ആ രംഗത്തെ പശ്യതാം, എല്ലാവരും കാണുന്നു. വിശ്വനൃണാം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും എന്നർത്ഥമാണ്. മനുഷ്യരെന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള എല്ലാവരും, മഹർഷികളായാലും മനുഷ്യന്മാരായാലും പൗരന്മാരായാലും, ഈ ഗോകുലത്തിലെ മാത്രമല്ല, ഈ ബ്രഹ്മാണ്ടത്തിലെ മുഴുവൻ. അത് അധോലോകത്തിലുണ്ട്, ഊർധ്വലോകത്തിലുണ്ട്, ദേവന്മാരുണ്ട്, അസുരന്മാരും ഉണ്ട് എന്ന് സാരം. എല്ലാവരും അത് കണ്ടു. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ വദന പതിതകേശൗ ദൃശ്യപാദ അബ്ജദേശൗ ഭുജഗളിത കരാന്തവ്യാലഗത് കങ്കണാംഗൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം അനുസരതി ജനൗഖേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാധേ കൗതുകം വാസുദേവ. മേൽപ്പത്തൂര് ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങ് അന്ന് എന്തൊക്കെയാ കൗതുകങ്ങളായിട്ട് ചെയ്തത്? അതിപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, മനസ്സിൽ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. അന്ന് ഞാനും അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണം. ഹേ വാസുദേവ കൗതുകവ്യാകുല അക്ഷേ, ഇങ്ങനെ അത്യധികം കൗതുകമുണ്ടാക്കുന്നതായിട്ടുള്ള കണ്ണുകളോട് കൂടിയ, അക്ഷം എന്ന കണ്ണ്, അങ്ങനെയുള്ള കണ്ണുകളോട് കൂടിയ കുട്ടികളുടെ കണ്ണ് അങ്ങനെയാണല്ലോ, വളരെയധികം ആകർഷകമാണ്. അത് ചലിക്കുമ്പോഴും അതെ, തന്നെ നോക്കുമ്പോഴും തന്നെ നോക്കാത്തപ്പോഴും ആ കണ്ണുകളിലേക്ക് നോക്കാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവും. എന്താ അങ്ങോട്ട് നോക്കിയാൽ എന്ന് നമ്മൾ ചോദിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, കാരണം അവർ ശബ്ദം കേട്ടാൽ അങ്ങോട്ട് നോക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാഴ്ച അറിയാതെ എൻ്റെ കണ്ണിലൊന്നും മിന്നി പറഞ്ഞാൽ മതി, അപ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ കുട്ടികളെ. അപ്പോൾ നമ്മളെ അവമാനിക്കുകയാണോ ഈ കുട്ടികൾ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടായി ചോദിക്കണത്, എന്താ എന്നെ നോക്കിയാൽ. അപ്പോൾ ഇങ്ങനെയുള്ള കൗതുകം പലതും ഉണ്ട്. അത് എങ്ങനെ വെച്ചാൽ അവനോട് വ്യാഖ്യാനിക്കാം. വാസുദേവ കൗതുക വ്യാകുല അക്ഷേ ജനൗഖേ, ഇങ്ങനെയുള്ള ഈ ജനങ്ങളുടെ കൂട്ടം മുഴുവൻ, ജനസംഘം, ജനക്കൂട്ടം മുഴുവൻ അനുസരതി, ഭഗവാനെയാണ് പിന്തുടരുന്നത്. എങ്ങനെയാ ഭഗവാനെ പിന്തുടരുന്നത്? മനസ്സുകൊണ്ട് പിന്തുടരുന്നു. ഗോപികളും ഗോപികമാരും ഒക്കെയോ അവരവരുടെ വീടുകളിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ഈ ഉണ്ണികളുടെ പിന്നാലെ നടക്കണു. യശോദയ്ക്ക് അതൊരു സഹായമായി, ഇവിടെ വലിയ സന്തോഷമായി. കാരണം ഉണ്ണികൾക്ക് തന്നെയാണ് വേണ്ടത്, അതാണ്. ഇനിയോ കിമപി കൃതനിനാദം, ഇങ്ങനെ മുട്ടുകൊത്തി നടക്കുമ്പോൾ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും അവർ. തൊണ്ടുകൊണ്ടാണോ വായുകൊണ്ടാണോ, ചിലപ്പോൾ കാലുകൾ വയ്ക്കുമ്പോൾ, കൈകൾ വയ്ക്കുമ്പോൾ, അതേപോലെ കരുതി കൂട്ടിയിട്ട് ചില ശബ്ദങ്ങൾ അറിയാതെ കണ്ട് കുട്ടികളുടെ ഈ വായിൽ നിന്ന് ശബ്ദം വരും. അപ്പോൾ കൃതനിനാദം, അങ്ങനെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ ശബ്ദങ്ങൾ വ്യാഹസന്തൗ, അതേപോലെ ചിരിക്കുക. അപ്പോൾ ആ കുട്ടികളുടെ ചെറി എങ്ങനെ കള എന്നുള്ള ചെറി, അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ ഒരു സന്തോഷമില്ലാതിരിക്കുക, അതിലേക്ക് ആകർഷിക്കാതിരിക്കുക. അങ്ങനെ വ്യാഹസന്തൗ ദ്രവന്തൗ, മാത്രമല്ല ഒരുത്തിരി നിൽക്കില്ലല്ലോ ഇവര്. കുട്ടികളിങ്ങനെ ഓടി കളിക്കും. മുട്ടുകുത്തി നടക്കണ പ്രായത്തിൽ വെച്ചാൽ ഒരുത്തിരി ഇരിക്കൽ വളരെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും കണ്ടാൽ അങ്ങടെ ഓടും, എന്നിട്ട് അവിടെ ഇരിക്കും. എന്തെങ്കിലും കണ്ടാൽ പിന്നെ അങ്ങോട്ട് ഓടും. ഇങ്ങനെ ചിലപ്പോൾ കുറേ നേരം ഓടും. അങ്ങനെ പലതരത്തിലുള്ള ഓട്ടങ്ങളാണ്. അത് കാണുമ്പോൾ ദ്രവന്തോ വ്യാഹസന്തോ ദ്രവന്തോ, ചിരിക്കുന്നു, ഓടിപ്പോകുന്നു. വലിത വദനപത്മം, അപ്പോൾ ഈ പത്മം ആയിട്ടുള്ള ഈ വദനം, അല്ലെങ്കിൽ വദനമാകുന്ന പത്മം, താമരമുഖം, അത് ഇടയ്ക്കൊന്ന് വലിതം എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുക. വലിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന് തിരിഞ്ഞു നോക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. ആ താമരമുഖം ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കും. ഇങ്ങനെ ഓടണ സമയത്ത്, ദ്രവന്തം ഇങ്ങനെ ഓടണ സമയത്ത് മുട്ടുകുത്തി ഇങ്ങനെ ഓടുകയാണ്.
ആ സമയത്തൊന്ന് പിന്തിരിഞ്ഞു നോക്കും. ഇതിനകത്ത് എന്നെ പിടിക്കാൻ ആൾക്കാർ വരുന്നില്ലേ, എൻ്റെ പിന്നിലാളില്ലേ, ഒരു ധൈര്യത്തിനാണ് കേട്ടോ. കൃഷ്ണന് ധൈര്യത്തിൻ്റെ ആവശ്യമില്ല. കൃഷ്ണനെ പിടിക്കാൻ ആൾക്കാർ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിലുള്ളത് നമ്മൾ ലേശം വ്യത്യാസമുണ്ട്. നമ്മുടെ കുട്ടികളാകുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്കൊരു ഭാവമുണ്ട്, കാരണം തന്നെ രക്ഷിക്കാൻ ആളൊപ്പല്ലേ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചിലപ്പോൾ അവർ ആ ബോധം വിടും. അപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് പരിഭ്രമാവുക, കാരണം എവിടേക്കാ കുട്ടികൾ പോയി എന്ന് ശരിയാ, അങ്ങനെയല്ലേ. അപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടല്ല, കാരണം അവരുടെ ബോധതലത്തിൽ അത്ര ആയിട്ടില്ലല്ലോ. എങ്കിലും ശരി, ഇടയ്ക്കൊരു ബോധം ഉണ്ടാകുമ്പോൾ എന്ന് തിരിഞ്ഞു നോക്കും. അങ്ങനെയാണ്. അങ്ങനെ വദനപത്മം, ആ പിന്തിരിഞ്ഞ് നോക്കുന്നതായിട്ടുള്ള കുട്ടികളെ, പൃഷ്ഠത, അവരെ നോക്കിക്കൊണ്ട് പിന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ദത്തദൃഷ്ടി, കണ്ണോടിക്കുന്നവരുമായിട്ട്, കിമിവ ഇവിടെ എന്തൊക്കെ തരത്തിൽ കൗതുകം വിദധാധേ, ഭഗവാൻ എന്തൊക്കെ തരത്തിലുള്ള ഈ കൗതുകമാണ് കാണാൻ, കാഴ്ചയ്ക്കായാലും അനുഭവത്തിനായാലും കേൾക്കാനായാലും പലതും ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഔത്സുക്യത്തോട് കൂട്ടി നിൽക്കുന്ന ഭാവം, അതാണ് കൗതുകം. ഈ ആനന്ദം അപ്പം ഉണ്ടാവുന്ന ഫലം എന്താ? ആനന്ദമാണ്. അത് വിദധാധേ, എന്തൊക്കെയാണ് ഉണ്ടാക്കാതിരിക്കുന്നത്, എന്തൊക്കെയാണ് ഉണ്ടാക്കാതിരുന്നത് എന്ന് വെച്ചാൽ അത്രയും കൂടുതൽ സന്തോഷത്തെ ഭഗവാന്റെ ഈ മുട്ടുകുത്തി നടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് പിന്തിരിയുമ്പോൾ ഉണ്ടായി. അതെല്ലാം എല്ലാവരും സ്വീകരിച്ചു, അനുഭവിച്ചു. നമ്മളിതൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ കുട്ടികളോ നമ്മുടെ പേരക്കുട്ടികളോ ചെയ്യുന്നത് നമ്മൾ കണ്ട് ആനന്ദിച്ച് നല്ലോണം അവരുടെ പിന്നാലെ, ഇത്ര പോകുന്ന ചെറിയ കുട്ടികളോട് വിവരമില്ലാത്തവർ നമ്മൾ പറയും, അങ്ങോട്ട് പോകരുത് ഉണ്ണി, ഇങ്ങോട്ട് പോകരുത് ഉണ്ണി, അതെടുക്കരുത് ഉണ്ണി, ഇതെടുക്കരുത് ഉണ്ണി. ഈ കുട്ടിക്കൊന്നും അറിയില്ല, അറിയാത്തത് നമുക്കാണ്. ഇങ്ങനെ അറിയാത്ത നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ തോന്നി, ഇത് അപ്പം തോന്നിയിട്ടല്ല, അപ്പം ഗ്രഹിക്കാനുള്ള കഴിവില്ല. പക്ഷേ എങ്കിലും അത് തോന്നി, അത് ഉള്ളിൽ ഫീഡഡാവും. പിന്നീട് അത് എപ്പോഴെങ്കിലും ഇതേപോലെ പ്രായം കൂടി വരുമ്പോൾ അപ്പം അത് ഓർമ്മ വരും, അരുത്. അപ്പോൾ അറിയില്ലല്ലോ, അപ്പം എന്താ പറഞ്ഞത് അപ്പം അറിയില്ല. പക്ഷെ പഠിച്ചതിന് ശേഷം ഈ ഒരു നിഷേധം അവിടെ വന്നുല്ലോ, ഇത് തോന്നും. അപ്പോൾ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ നിഷേധിക്കൽ വളരെ കുറയണം എന്നാണ്. അരുതുകൾ ഏറ്റവും കുറയ്ക്കേണ്ട സമയമാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെ എടുക്കുക, വാക്കുകളെ കൊണ്ട് നിഷേധിക്കരുത്. കുട്ടികളെ എടുക്കുക, അതിൽ നിന്നും ശ്രദ്ധ മാറ്റുക. അതൊരു സൂത്ര വഴിയാണ്. ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്, നിഷേധിക്കുകയല്ല വേണ്ടത്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് 5 വയസ്സിന് ശേഷം നിഷേധിക്കുക വേണേ. 5 വയസ്സ് വരെ നിഷേധിക്കരുത്. അവരെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവർക്ക് ഹിതമാകുന്ന രീതിയിൽ അതിനെ കണ്ടുപിടിച്ച് കൊടുക്കുക. അതാണ് വേണ്ടത്. നിഷേധം കുട്ടികളിൽ ഭാവിയിലേക്ക് എല്ലാറ്റിനും നിഷേധിക്കാനും, അതേപോലെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ആശാഭംഗത്തിന് എന്താ ഉണ്ടാവുക, വിരോധമാണ് ഉണ്ടാവുക. വിരോധം, വിദ്വേഷം, ദേഷ്യം, പക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അത് വളർന്നു വരും. അത് വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കുട്ടികൾ മുതിർന്നു വരുമ്പോൾ കാരണന്മാരെ ബഹുമാനിക്കായിക, ഒപ്പമുള്ളവരെ അംഗീകരിക്കായിക, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. ഒക്കെ വിപരീതമായിട്ടാണ്. ഇതിൻ്റെ കാരണം എന്താ? കുട്ടികളുടെ പിഞ്ച് മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എങ്കിൽ അറിവുള്ള രക്ഷിതാക്കൾ ഈ അറിവ് ഈ പിഞ്ചു കുട്ടികളിലല്ല പ്രയോഗിക്കേണ്ടതെന്ന് അറിയാത്തവരാണ്. നല്ല ജ്ഞാനം ഉണ്ടാവും, വലിയ ഉദ്യോഗം ഉണ്ടാവും, ധാരാളം പൈസയും ഉണ്ടാവും, അക്കാദമിക്കായിട്ട് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവും. പക്ഷേ ഈ സമയത്ത് ആ കുട്ടികളെ ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളെ നിഷേധിക്കരുത്. അവരെ ശ്രദ്ധ മാറ്റിയിട്ട് മറ്റൊരു ദിക്കിലേക്ക് എത്തുക. അത് അവരുടെയും നമ്മുടെയും ലോകത്തിൻ്റെയും ഹിതത്തിനായിട്ട് മാറ്റാം. അതേ ചെയ്യിക്കാവൂ. 5 വയസ്സ് കഴിഞ്ഞാൽ നിഷേധിക്കണം, അത് ചെയ്യരുത്, ഇന്നതാണ് ദോഷം. അങ്ങനെ നിഷേധിച്ചുകൊണ്ട് കുട്ടികളെ അനുഭവിപ്പിക്കണം. എന്താണ് നിഷേധിച്ചാൽ, നിഷേധിക്കാഞ്ഞാൽ ഇത് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ തീ പിടിക്കുന്നു കുട്ടികൾ. തീ പിടിക്കുമ്പോൾ കുട്ടികളെ എന്ത് ചെയ്യണം? നമ്മൾ ചൂട് ഒരിക്കലും അനുഭവിപ്പിക്കില്ല. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ചൂട് അനുഭവിപ്പിച്ചാൽ കുഴപ്പമില്ല.
അപ്പോൾ അവരുടെ ഉള്ളിൽ ശരി ഇത് ചൂട് പാടില്ല, അതിൻ്റെ പരിചരണവും അപ്പം തന്നെ ചെയ്യാം, അങ്ങോട്ട് പോകരുത് കേട്ടോ, ചൂടാണ്, പേടിപ്പിക്കാനും പാടില്ല. തീയിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതാ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ തീ നമ്മളെ ഉപദ്രവിക്കില്ല. അങ്ങനെ തീയായാലും വെള്ളമായാലും ഈ പ്രകൃതിയിലുള്ള പലതും, മൃഗങ്ങളായാലും അതേപോലെ ഭാരം ആയാലും ദുർഗന്ധം തൊട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ ഭയപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പം 5 വയസ്സ് വരെയുള്ള കുട്ടികളെ അവരുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊന്നിലേക്ക് ആക്കുക. 5 വയസ്സിന് ശേഷമുള്ളവരെ അനുഭവിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗത്തെ പറഞ്ഞു കൊടുക്കുക. അത് ചെയ്യാതെ കണ്ട് സ്വാർത്ഥപരമായിട്ടും നിഷേധം, ഇത് അന്യനെ നിഷേധിക്കാം, അവർ ചെയ്ത് കുഴപ്പമില്ല, അത് സാരല്ലയോ, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തു കട്ടു എന്ന് കൂട്ടുക. അപ്പോൾ കളവിന് കുട്ടു നിൽക്കുക, എൻ്റെ കുട്ടി അത്ര, കുട്ടിക്ക് എന്തായാലും ആവശ്യമില്ല, ഇവിടെ ഇഷ്ടം പോലെ മധുരമുണ്ട്, കുട്ടി അത് അറിഞ്ഞിട്ട് ചെയ്തതല്ലോ, അത് സാരില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി പിന്നീട് ഈ കളവിനെ അത് സാരില്ല, കട്ടാ കുഴപ്പമില്ല എന്ന് തോന്നുകയും. അങ്ങനെ കളവ് മാത്രമല്ല, ഓരോരോ നിഷേധിക്കേണ്ടതായിട്ടുള്ള പ്രവൃത്തികളും ഈ 5 വയസ്സിന് ശേഷം നിഷേധിച്ചിട്ടില്ലെങ്കിൽ അതിനെ എത്രത്തോളമാണോ ഈ സ്വഭാവത്തിൽ കൂട്ടിച്ചേർക്കുക കുട്ടികൾ, അപ്പോൾ ആ കൂട്ടിച്ചേർക്കാതിരിക്കാൻ എന്ത് വേണം, അത് അവരെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. അപ്പോൾ ഇവിടെ കൗതുകം ഉണ്ടാക്കി കുട്ടികൾ കൃഷ്ണൻ രാമനും എന്നാണ്. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വരിത വദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാഥേ കൗതുകം വാസുദേവ. അപ്പോൾ ഈ കുട്ടികളിവിടെ മുട്ടുകുത്തി നടക്കണു. അവരുടെ കണ്ണുകളെ കാണാനുള്ള വലിയ താല്പര്യം കൊണ്ട് മുമ്പിലും കുട്ടികൾ ഗോപികമാരുണ്ടാവും, പിന്നിലും ഗോപികമാരുണ്ടാവും. അപ്പോൾ പിന്നിലുള്ള ഗോപികമാരൊപ്പം എത്തണില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കും. എന്നിട്ടോ നല്ല ശബ്ദം ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കും, അഥവാ കണ്ടിട്ടില്ല വെച്ചാൽ അപ്പോൾ ശബ്ദം ഉണ്ടാക്കി ആകർഷണമായി. അപ്പോൾ അങ്ങോട്ട് ചെല്ലും, എന്നാൽ പിടിക്കാൻ കിട്ടുമോ ഇട്ടില്ലേ കേട്ടോ, ഞാൻ ഇപ്പോൾ അടുത്തേ പറയും. അപ്പം ഇങ്ങനെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ആനന്ദത്തെ എല്ലാവർക്കുമായിട്ട് കൊടുത്തു ഈ കുട്ടികൾ. ദ്രുതഗതിഷു പതന്തൗ ഉത്ഥിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച. ദ്രുതഗതിഷു പതന്തൗ, ഇങ്ങനെ വേഗത്തിൽ ഇങ്ങനെ മുട്ടുകുത്തി നടന്ന് അങ്ങോട്ട് ഓടുമ്പോൾ ചിലപ്പോൾ കൈ വയ്ക്കലും കാല് വയ്ക്കലും തെറ്റും, അപ്പോൾ താഴെ വീഴും, കുട്ടികൾ ചാണ്ട് വീഴും. അങ്ങനെ വീഴുമ്പോൾ ലിപ്ത പങ്കൗ, അവിടെ മണ്ണുണ്ടാവുമല്ലോ, നിലത്തായാലും മണ്ണുണ്ടാവും, പുറത്തായാലും മണ്ണുണ്ടാവും. ഇവരിപ്പോൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി, കുറേശ്ശെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മണ്ണിലുണ്ട്, പിന്നെ അവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്, ഏതായാലും ചളി ഉണ്ടാവും. ആ ചളിയോട് കൂടിയിട്ട് ദ്രുതഗതിഷു പതന്തൗ ലിപ്ത പങ്കൗ, അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് വീഴുമ്പോൾ മേലൊക്കെ ചളിയാവും. ഉത്ഥിതൗ, അപ്പോൾ ആ സമയത്ത് വീണ്ടും എഴുന്നേൽക്കും. ദിവി, ആ സമയത്ത് ഈ വെച്ചാൽ ഊർധ്വലോകത്തിലുള്ള, സ്വർഗത്തിലുള്ള വെച്ചാൽ ഊർധ്വലോകത്തിലുള്ള അന്തരീക്ഷത്തിലുള്ള അവരെല്ലാവരും അപങ്കൈഹിയാണ്. അവരുടെ കണ്ണിലും മനസ്സിലും അനുഭവത്തിലും ശരീരത്തിലും മറ്റുള്ളവർക്കും യാതൊരു തരത്തിലും ഒരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള നിർമ്മല ചിത്തരാണ്. അവർക്ക് ഒരു തരത്തിലുള്ള ചളിയും അവരെ ബാധിച്ചിട്ടില്ല, ബാധിക്കൂല്ല. കാരണം അവർ തപസ്വികളാണ്. ദേവന്മാരായാലും ഋഷികളായാലും മുനികളായാലും ബ്രാഹ്മണരായാലും അവരൊക്കെ ആകാശത്ത് നിൽക്കുന്നവർ കുറേ ആൾക്കാരുണ്ട്. നാരദൻ തുടങ്ങിയിട്ടുള്ള മഹർഷികളൊക്കെ ആകാശത്ത് നിൽക്കുന്ന സനകാദികൾ അവരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ അവിടെ ഇങ്ങനെ എപ്പോൾ വേണിച്ചാൽ ഇങ്ങനെ കാത്തു നിൽക്കാൻ, അവർ തന്നെയാണ് നോക്കി നിൽക്കുന്നത്, കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വേഗം ഓടിപ്പോകുന്ന സമയത്തൊന്ന് വീഴുന്നു, അപ്പോൾ ചളിയാവണു. ആ ചളിയാവുന്ന ദേഹത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കുന്നു. ഇതെല്ലാം ആകാശത്ത് നിൽക്കുന്ന ദിവി അപങ്കൈഹി മുനിഭിഹി സസ്മിതം വന്ദ്യമാനൗ. അവരിങ്ങനെ വളരെയധികം ചിരിച്ചും കൊണ്ട് ഉള്ളിലുള്ള ഒരു ഹാസം. ഇത് ഹിമാലയത്തിൽ ഇരുന്നിട്ടാവും ചിലപ്പോൾ കാണേണ്ടതാവാം. ഇവിടെ വൃന്ദാവനത്തിലാണ്, ഗോകുലത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ഇരുന്നാൽ അവർക്കിത് കാണാം. അവർ ആകാശത്ത് ഇവിടെ നിന്റെ നേരെ മുമ്പിൽ വരണമെന്നില്ല എന്ന് സാരം. അവർക്ക് അവിടെ ഇരുന്നാൽ ഇത് കാണാൻ സാധിക്കും. ഇവിടെ നിൽക്കണവരും ഉണ്ട്. അപ്പോൾ അവിടെയും ഇവിടെയും എവിടെ ഇരുന്നാലും, ഇപ്പോൾ സ്വർഗത്തിലായാലും
ഇന്ദ്രാദികളായാലും ദേവന്മാരായാലും അവരുടെ ഒരു നോട്ടം ഇവിടേക്ക് ഉണ്ടാവും. എന്താ കാരണം? ഈ കൃഷ്ണലീല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവര് പുഞ്ചിരിയോടെ വന്ദിക്കപ്പെടുന്നവര് ഈ കൃഷ്ണനെ ഹായ് കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം, എന്തൊരു ഭംഗി. അതാണ് ഈ ബ്രഹ്മാണ്ടത് ചെയ്യണതേ, ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ. അതാണ് യുവാം ദ്രുതം. ആ സമയത്ത് ഈ നിങ്ങൾ രണ്ടുപേരെയും, രാമനെയും കൃഷ്ണനെയും, ദ്രുതം വളരെ വേഗത്തില് ജനനീഭ്യാം, രോഹിണി മാതാവും യശോദ മാതാവും വന്നിട്ട് അനുകമ്പം, എത്രത്തോളം അനുകമ്പാർദ്രമായിട്ടാണ്. അയ്യോ കുട്ടി വീണു, അവിടെ എന്താ വേണ്ടത്? ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, സാരമില്ല കേട്ടോ. അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവർക്ക് വീണപ്പോൾ അവർക്ക് വേദനിച്ചു വെച്ചാൽ അവരപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വേദനിച്ചിട്ടില്ല, പക്ഷേ അമ്മയ്ക്ക് തോന്നി വേദനിച്ചിട്ടുണ്ടാവുമോ എന്ന്. അത്രയേ ഉള്ളൂ. ഇവരുടെ ആ ശരീരത്തിൽ ആ സമയത്ത് വേദനിക്കില്ല, പൂച്ച വീണ മട്ടാണ്. അപ്പം അതിനൊന്നും സംഭവിക്കില്ല. എങ്കിലും ആ ഭാവം നമ്മൾ ഉണ്ടാക്കും, കൃത്രിമമായിട്ടെങ്കിലും ഉണ്ടാക്കും. അപ്പം അങ്ങനെയാണ് അനുകമ്പാം അനുകമ്പാം, അനുകമ്പയോട് കൂടിയിട്ട് ഗൃഹീതവും, എന്നിട്ടോ കുട്ടികളെ എടുക്കും. കുട്ടികളെ എടുത്തിട്ടോ ആ ചളിയോട് കൂടിയിട്ട് കുട്ടികളെ എടുത്തിട്ട് അഥ മുഹുരഭി, വീണ്ടും വീണ്ടും പരിരബ്ധവും, ആലിംഗനം ചെയ്യുക, അതേപോലെ ആഘ്രാണം ചെയ്യുക. ആലിംഗനം ചെയ്യുക, നല്ലോണം കെട്ടിപ്പിടിക്കുക, പിന്നെ ഒന്ന് തലോടുക, അത് കഴിഞ്ഞ് ചുംബിക്കുക. അത് ചുംബനത്തിനും അനവധി നിയമങ്ങളൊക്കെ ഉണ്ട്. നിയമങ്ങൾ അറിയാത്തവരാണ് നമ്മൾ. കുട്ടികളുടെ ചുണ്ടത്ത് ഒരാളും ചുംബിക്കാൻ പാടില്ല. പരമാവധി 1 വയസ്സ് വരെ അമ്മയ്ക്ക് ചുംബിക്കാം. പിന്നെ ഒരാൾക്കും കുട്ടികളുടെ ചുണ്ടത്ത് ചുംബിക്കാനുള്ള അധികാരമില്ല. പരമാവധി കവിള്, അതല്ലാച്ച നെറ്റി അല്ലെങ്കിൽ നെറുക, അങ്ങനെയുള്ള ദിക്കിലേ പാടും. കയ്യമ്പിലാവാം. ചുണ്ടത്ത് ചുംബിക്കുന്നത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാനില്ല. അത് അമർത്തി ചുംബിക്കുന്നവരൊക്കെ ഉണ്ട്. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ചെയ്യണത് ചോദിച്ചാൽ മനസ്സിലായി അറിയാനായിട്ടാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടെ മുഹുരവി പരിരബ്ധവും ദ്രാഗ് ചുംബിതവും ച, വീണ്ടും വീണ്ടും ചുംബിക്കുന്നു, വേഗം എടുത്ത് ചുംബിക്കുന്നു എന്നതാണ്. ഈ ചുംബനങ്ങൾ എവിടെയാണ് വേണ്ടത് എന്നുള്ളത് അറിയുക തന്നെ വേണം. നമ്മുടെ വായിൽ ഉള്ളതായിട്ടുള്ള ഈ അണുക്കൾ എത്രയും മോശമാണ് എന്നുള്ളത് നമുക്കറിയില്ല. കുട്ടികൾക്കത് താങ്ങാനുള്ള കഴിവുണ്ടാവില്ല. അഥവാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കുന്നവരും കൂടിയുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അതിലേറെ വലിയ അവധ. ചെറിയ അവധല്ല, വലിയ അവധ. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. മൂക്ക്, ചുണ്ട് ഒരിക്കലും ചേർക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഉച്ഛ്വാസവായുവിൽ എന്തെല്ലാം ദോഷങ്ങളുണ്ട്. നമ്മൾ പുറമേക്ക് വിടുന്നത് മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചാൽ മലിനമാണെന്നർത്ഥം. കാർബൺ ഡൈ ഓക്സൈഡ് ആണോ വേറെന്താ, നമുക്കതിന് ശാസ്ത്രീയമൊന്നും അതല്ല അവിടെ വിഷയം. മലിനമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വായിൽ അത്രയും ദോഷങ്ങളാണുള്ളത്. അത് ഈ പിഞ്ചു കുട്ടികൾക്ക് ഒരു കാരണവശാലും നേരിട്ട് കൊടുക്കാൻ പാടില്ല. അറിവുള്ളവരും കൊടുക്കുന്നു, വിദ്യാഭ്യാസമുള്ളവരും കൊടുക്കുന്നു, ചെയ്യാൻ പാടില്ല. സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു, അറിവില്ലായിട്ടാണ്. ചുംബിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പരമാവധി വേണമെങ്കിൽ ചെവിയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് കവിളി ചുംബിക്കുക. അല്ലാണ്ട് വായുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് കവിളി ചുംബിക്കാൻ പാടില്ല. ചെവിയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് കവിളി ചുംബിക്കാം. അതും ചുംബനം കൊണ്ട് കവിള് പുറമേക്ക് വരാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങോട്ടേ ചുംബിക്കാവൂ. ഇതിനൊക്കെ ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്ര രീതിയിലാണെച്ചാൽ കവിളിങ്ങനെ ചില കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ കവിളിങ്ങനെ പുറമേക്ക് വന്ന് കാണില്ലേ, അത് ചുംബിച്ചിട്ട് എടുക്കുമ്പോഴാണ്. അങ്ങോട്ടേ ചുംബിക്കാവൂ. ചുണ്ടും ഈ തൊലിയും കൂടിയിട്ട് മർദ്ദം, ഒരു റബ്ബർ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് വലിക്കപ്പെടും. വലിക്കാൻ പാടില്ല. വലിച്ചു കഴിഞ്ഞാലാണ് ഈ കുഴപ്പം. അങ്ങോട്ടേ ചുംബിക്കാവൂ. അതും ചെവിയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് വേണം ചുംബിക്കാൻ. ഒരിക്കലും ഇങ്ങോട്ട് ശ്വാസമോ അല്ലെങ്കിൽ ഇതൊന്നും വരാൻ പാടില്ല. നിയമമാണ്. അറിവുള്ളവരും കൂടി ചെയ്യണു എന്നുള്ളത് സങ്കടമാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരടാ ചോദിക്കുന്നവരാണ് നമ്മളോടൊക്കെ. ഇങ്ങനെ ഓരോന്നും ബാലലീലയിൽ തന്നെ കൃഷ്ണൻ പലതും നമ്മളെ അറിഞ്ഞും പറഞ്ഞും പഠിച്ചും പഠിപ്പിച്ചും ഒക്കെ ഉണ്ട്. അപ്പം ആ രീതിയിലുള്ളൊരു
കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അമ്മയ്ക്ക് മാത്രമേ, അച്ഛനും കൂടിയില്ല അധികാരം, അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അതും ഫീഡിങ് ഉള്ള സമയത്തേ ഉള്ളൂ, അത് കഴിഞ്ഞല്ല. 1 വയസ്സ് വരെ എന്ന് പറഞ്ഞത് അപ്പം ആ സമയത്ത് അമ്മയിൽ നിന്നും കിട്ടിയത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ഇനിയും ഉള്ളത്. ചോറ് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ വേണ്ടാന്ന് സാരം, വ്യത്യാസമായി. അതാണ്. അപ്പോൾ പലരും അത് കാണാറുണ്ട്. ചെയ്യരുത് എന്നുള്ളത് ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ഇവിടെ ഈ ആകാശത്തുള്ള ഓരോരുത്തരും ഇത് നോക്കുക, കാണാണ് കുട്ടികളെ ചെയ്യണതേ. അപ്പോൾ അമ്മമാരുടെ ഒരു സ്നേഹവാത്സല്യം അവരെടുക്കണു, വേണ്ടതൊക്കെ പരിചരണം ചെയ്തു കൊടുക്കുന്നു. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കുട്ടികൾക്ക് ഒന്നും പറയാനറിയില്ല. അവരെ ഈശ്വരഭാവത്തിൽ കാണണം. നമ്മുടെ കണ്ണിൽ കൃഷ്ണമണി പോലെ നോക്കണം. നമ്മളറിയാതെ കണ്ട് കണ്ണിമ വെട്ടുന്നത് അത് ആ ഒരു ഭാവത്തിൽ, ഈശ്വരഭാവത്തിലാണ് ആ നിമി നിൽക്കണത്. അവിടെ ഈ കണ്ണിമ നിൽക്കണത് അങ്ങനെയാണ്. അത് ആരും ഒന്നും പറഞ്ഞിട്ടല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യപ്പെടും. നമ്മുടെ കൈകളൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കണ്ട് പെട്ടെന്ന് ആ കൈ അവിടെ എത്താനുള്ള കാരണം എന്താ? അത് ഈ ഉൾപ്രേരണയാണ്. ആ പ്രേരണ പോലെ തന്നെ ഈ സംരക്ഷണം നമ്മൾ കുട്ടികൾക്ക് ചെയ്യണം എന്ന് സാർ. ദ്രുതഗതിഷു പതന്തൗ, ഇങ്ങനെ വേഗത്തിൽ ഓടുന്നതായിട്ട് അവർ വീഴുമ്പോൾ, ലിപ്തഭംഗൗ ചളിയാവും, ഉത്ഥിതൗ എഴുന്നേൽക്കും, ദിവി അപങ്കൈഹി, ഒരു ചളിയുമില്ലാത്തതായിട്ടുള്ള, മനോമലമില്ലാത്തതായിട്ടുള്ള ഈ ആകാശത്ത് നിൽക്കുന്നതായിട്ടുള്ള ദേവന്മാരായാലും ശരി, മുനിഭി ഋഷികളായാലും വിപ്രന്മാരായാലും ബ്രാഹ്മണരായാലും മഹാഋഷികളായാലും അവരൊക്കെ സസ്മിതം വന്ധ്യമാനവും നല്ലോണം ഒന്ന് പുഞ്ചിരിക്കുന്നു. എന്നിട്ട് കുട്ടികളെ നോക്കിയിട്ട് അവിടെ ഈശ്വരന്മാരാണ്, അതുകൊണ്ട് നല്ലോണം വന്ദിക്കുന്നു. ആ സമയത്ത് ഇവിടെ യുവാം ദ്രുതം ജനനീഭ്യാം സ അനുകമ്പം ഗൃഹീതവും, നിങ്ങളെ രണ്ടുപേരെയും വീഴുന്നതായിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ എടുക്കേണ്ടതായിട്ടുള്ള സമയം വന്നു കഴിഞ്ഞാൽ അമ്മമാർ ഓടി വന്നിട്ട് അനുകമ്പയോട് കൂടിയിട്ട് എടുക്കുന്നു. എന്നിട്ടോ ധാരാളം അഥ മുഹുരവി പരിരബ്ധൗ ദ്രാഗ് ചുംബിതൗച്ച, എന്നിട്ടോ ആ കുട്ടികളെ എടുത്തുകൊണ്ട് ആലിംഗനാദി ചെയ്യുന്നു, തലോടൽ തൊട്ട് ചെയ്യുന്നു, അതേപോലെ ചുംബിക്കുക തൊട്ടുള്ള ചെയ്യുന്നു, അങ്ങനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ ഭാവത്തിൽ കുട്ടികൾ ഇതെല്ലാം സ്വീകരിക്കപ്പെട്ടു. കുട്ടികൾ തിരിച്ച് ഈ ലാളനകൾ ഇങ്ങോട്ടും സ്വീകരിച്ചു, ലാളിക്കാനുള്ള മനസ്സുണ്ടാക്കല് അങ്ങോട്ടും കൊടുക്കപ്പെട്ടു. ദ്രുതഗതിഷു പതന്തൗ ഉത്ഥിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരപങ്കൈ സസ്മിതം വന്ധ്യമാനൗ ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരവി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച. ഇപ്പം നമ്മൾ 4 ശ്ലോകങ്ങളാണ് ഈ 45-ാമത്തെ ദശകത്തിൽ വായിച്ചത്. ഇനി 5-ാമത്തെ ശ്ലോകം അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.